നമസ്കാരം. ലോക മനസാക്ഷിയെ മുഴുവൻ വെല്ലുവിളിച്ച് ഇസ്രായേൽ റഫയിലെ അഭയാർത്ഥി ടെന്റുകൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയോ നീതിന്യായ കോടതിയുടെയോ ശാസനകളോ UN പ്രമേയങ്ങളോ പോലും കാറ്റിൽ പറത്തിയാണ് ലോകം നോക്കി നിൽക്കെ ഇസ്രായേൽ വംശഹത്യ തുടരുന്നത്. ഈ ദശാസന്ധിയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണയും ഏറി വരികയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ജർമ്മനിയിൽ കണ്ടതിൻ്റെ തനിയാവർത്തനം ഫലസ്തീനിൽ നാം കാണുകയാണ്. സ്വാഗതം. റഷ്യഡിഷിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി ഫീൽ ഫൗണ്ടേഷൻ ഡയറക്ടർ KK സുഹൈൽ, പശ്ചിമേഷ്യ നിരീക്ഷകൻ ഡോക്ടർ TK ജാബിർ, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ താജ് ആലുവ എന്നിവർ. ആദ്യം സുഹൈലിലേക്ക്. സുഹൈൽ, ഒരു ഘട്ടത്തിൽ സുരക്ഷിത പ്രദേശം എന്ന് ഇസ്രായേൽ തന്നെ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ കൂട്ടമായി പലായനം ചെയ്താണ് റഫയിലേക്ക്. റഫ ആക്രമിക്കുക എന്നാൽ ക്രോസിംഗ് ദ റെഡ് ലൈൻ ആണ് എന്ന് ജോ ബൈഡൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിട്ടും ഞായറാഴ്ച നാം കണ്ടത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. കയ്യബദ്ധം എന്ന് നെതന്യാഹു പറയുന്നു. അപ്പോൾ ജോ ബൈഡൻ പറയുന്നത് ഇനിയും ഇസ്രായേൽ ആ റെഡ് ലൈൻ ലംഘിച്ചിട്ടില്ല എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ ഔദ്യോഗിക വിശദീകരണം. എത്രമാത്രം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുദ്ധ നിയമങ്ങളുടെയും ലംഘനമാണിത്? ഇത് ഒരു യുദ്ധക്കുറ്റമോ അതോ വംശഹത്യയോ? സുഹൈൽ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്, കേൾക്കുന്നില്ല. ശരി സുഹൈലിലേക്ക് ഞാൻ വരാം. ജാബിർ, ഞാൻ ചോദ്യം അങ്ങേക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോൾ നാം ഈ റഫേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് വംശഹത്യയാണോ, അത് യുദ്ധക്കുറ്റം മാത്രമാണോ? ഇനിയും ഈ അമേരിക്ക പറയുന്നത് പോലെ ആ റെഡ് ലൈൻ നെതന്യാഹു ലംഘിച്ചിട്ടില്ലേ? ാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ടാം ലോക യുദ്ധത്തിന് മുന്നോടിയായി ജർമ്മനിയിൽ നടന്ന ജിനോസൈഡ്, ജൂത സമൂഹത്തിനെതിരെ നടന്ന ജിനോസൈഡുമായി പല രീതിയിൽ ഇതിന് സാമ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിരാശാജനകവുമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1920-കൾ മുതൽ 30-കളിൽ തന്നെ ജർമ്മനിയിൽ ജൂത കൂട്ടക്കൊല നടന്നിരുന്ന ആ സന്ദർഭത്തിൽ ലോകത്തെ മിക്കവാറും രാഷ്ട്രങ്ങൾ ഇതേപോലെ തന്നെ നിസ്സംഗതയിലും അതേപോലെ അവർ മൗനത്തിലുമായിരുന്നു. പ്രതികരിക്കാൻ പലരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരേ സമയം ഹിറ്റ്ലറിന്റെ വളരെ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതായത് അയൽ രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയും അതിനെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം ജർമ്മനിയിൽ നടന്ന ജൂത കൂട്ടക്കൊലയെ അവര് കാര്യമായി പരിഗണിച്ചിരുന്നില്ല. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പലസ്തീനിൽ നടക്കുന്നത്, അതായത് റാഫയിൽ നടക്കുന്നത്. ആകപ്പാടെയുള്ള ചെറിയൊരു പ്രദേശം തന്നെയാണ് ഗാസ എന്ന് പറയുന്നത്. ആ ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം പലസ്തീനികൾ ജീവിക്കുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ട മുസ്ലിം സമൂഹം മാത്രമല്ല ക്രൈസ്തവരും കൂടി ഉൾപ്പെട്ട ആ ഒരു സമൂഹം തിങ്ങി ഞെരുങ്ങി ആ ഗാസ സ്ട്രിപ്പിൽ നിന്ന് അതിന്റെ ദക്ഷിണ ഭാഗത്ത് ഈ റാഫ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചുരുങ്ങിക്കൂടുകയും ആ മേഖല കൂടി, അതായത് അഭയാർത്ഥികളെ പോലെ മുമ്പ് ജീവിച്ചിരുന്ന അതിനേക്കാൾ രൂക്ഷമായ അഭയാർത്ഥി കേന്ദ്രം പോലെ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തെ കൂടി ആക്രമിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ലോകത്തെ മിക്കവാറും രാഷ്ട്ര ഭരണാധികാരികൾ എല്ലാവരും നിസ്സംഗതയിലാണ്. സ്പെയിന്റെയോ അല്ലെങ്കിൽ നോർവേയുടെയോ അയർലൻഡിന്റെയോ സൗത്ത് ആഫ്രിക്കയുടെയോ കൊളംബിയയുടെയോ അങ്ങനെ ചില രാഷ്ട്ര നേതാക്കൾ ഒഴികെ വേറെ എല്ലാവരും നിസ്സംഗതയിലാണ്. ഇത് ഒരുപക്ഷെ ഇപ്പോൾ നോർമൻ ഫിംഗിൾസ്റ്റൈൻ പോലുള്ള അമേരിക്കയിൽ താമസിക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ എഴുതുന്ന ചിന്തകർ, എഴുത്തുകാർ, പ്രൊഫസർ നോർമൻ ഫിംഗിൾസ്റ്റൈൻ ഒക്കെ പറയുന്നത് ഇതൊരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതാണ് അവരുടെ ലക്ഷ്യവും. ഇസ്രായേലിന്റെ ലക്ഷ്യം ഇതൊരു ഫൈനൽ സൊല്യൂഷനാണ്. എന്താണ് ഫൈനൽ സൊല്യൂഷൻ? അതിനെ ഇല്ലായ്മ ചെയ്യുക, വൈപ്പ് ഔട്ട് ചെയ്യുക. പാലസ്തീനിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഇല്ലായ്മ, അതിലേക്ക് അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ
ഉന്മൂലനത്തിന് ശേഷം ലോകത്തെ പല സാഹിത്യകാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അല്ലെങ്കിൽ ചിന്തകരോ രാഷ്ട്രീയ നേതാക്കളോ അതിനെ അപലപിക്കാനും അതിന് ദുഃഖം രേഖപ്പെടുത്താനും അതിൽ കഥകൾ എഴുതാനും സാഹിത്യം എഴുതാനും അതിനെക്കുറിച്ച് പഠിക്കാനും എല്ലാം തയ്യാറാകും എന്നുള്ള വലിയൊരു വൈരുദ്ധ്യത്തിലാണ് നാം നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളെല്ലാം ഇസ്രായേലിന് തുറന്ന പിന്തുണയോ അല്ലെങ്കിൽ നിശബ്ദമായ പിന്തുണയോ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത. ശരി, ഡോക്ടർ താജ അലുവ, ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇസ്രായേൽ ഒരു തരത്തിലുള്ള റിമോഴ്സും കൂടാതെ ഒരു തരത്തിലും ഉള്ള ഒരു മനസ്താപവുമില്ലാതെ ഇന്ന് ഇസ്രായേൽ സർക്കാരിൻ്റെ പ്രതിരോധ ഉപദേഷ്ടാവ് പറയുന്നത് 2024 മുഴുവൻ ഈ യുദ്ധം തുടരുമെന്നാണ്. അതായത് വരുന്ന ഇനി 7 മാസം കൂടി തുടരും. ആ കാര്യത്തിൽ അവർക്ക് തീർച്ചയുണ്ട്. അങ്ങനെ തീർച്ച കൽപ്പിച്ച ഒരു ഭരണകൂടത്തെയാണ് വെടിനിർത്തലിന് വേണ്ടി അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ UN പോലുള്ള ഏജൻസികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത്. ഈ വെടിനിർത്തൽ ചർച്ച എന്ന് പറയുന്നത് തന്നെ പ്രഹസനമല്ലേ? അജിം, സാധാരണ ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് ഇപ്പോ ഗസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഏറ്റവും അവസാനത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അതായത് ഒരു ഭാഗത്ത് സമാധാനത്തിനു വേണ്ടി, വെടിനിർത്തലിന് വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടുകൾ, നയതന്ത്രപരമായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയില് പ്രമേയങ്ങൾ വരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മകളും അവരുടെ നയതന്ത്ര പ്രതിനിധികളും ഒക്കെ അതിനുവേണ്ടി വാദിക്കുന്നു. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അത്തരം ആഹ്വാനങ്ങളെ പരിഗണിക്കാൻ, സമാധാന ശ്രമങ്ങൾക്ക് നേരെ ഒരു ക്രിയാത്മകമായ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവർ അതിനെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം ഒരു നിസ്സാരമായി എടുത്തുകൊണ്ട് അവരുടെ വംശഹത്യ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും അധികം ഈ സംഗതിക്ക് വളം വെച്ചു കൊടുക്കുന്നത്, ഇതിന് വകവെച്ചു കൊടുക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം. ഇപ്പോ അമേരിക്കയിൽ നമ്മൾ കാണുന്നു, ഈ ഏറ്റവും അവസാനം റഫേൽ നടന്ന ഈ ആക്രമണത്തെ കുറിച്ച് പ്രസ് കോൺഫറൻസ് നടത്തിയ അമേരിക്കയുടെ സെക്യൂരിറ്റി അഡ്വൈസർ ജാക്ക് സള്ളിവൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വളരെ കൗതുകകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ അതിന്റെ ആഴ്സണലിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോംബാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെ നൽകിയ, അമേരിക്കയുടെ സാമ്പത്തിക സഹായത്താൽ, ആയുധ സഹായത്താൽ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ആഴ്സണലിൽ, അവരുടെ ആയുധ കോപ്പുകളിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബോംബ് ഇട്ടതിന് നിങ്ങൾ ഇത്രമാത്രം ഒച്ച ഉണ്ടാക്കണോ എന്നാണ് അമേരിക്ക ചോദിക്കുന്നത്. അതിന്റെ ഒരു ഈ ഇത്രമാത്രം ലോകം ഭീകരമായിട്ട് ഇതിന് ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ ലോകത്തുള്ള സമാധാനകാംക്ഷികൾ മുഴുവൻ ഈ പ്രശ്നത്തിൽ എന്താണ് ഒരു സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഈ ഫലസ്തീനി ജനതയെ, നിസ്സഹാരായിട്ടുള്ള അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ രക്ഷപ്പെടുത്തുന്നതിന് എന്തുണ്ട് മാർഗം എന്ന് ആലോചിക്കുമ്പോൾ അമേരിക്ക പോലെ മനുഷ്യാവകാശത്തിനെ കുറിച്ച്, ലോകസമാധാനത്തെ കുറിച്ച്, അതുപോലെ യുദ്ധനീതിയെക്കുറിച്ച് ഒക്കെ ധാരാളമായി വാചാലമാകുന്ന രാഷ്ട്രങ്ങൾ അവരുടെ ഇത്തരം ഒരു സംഭവത്തിന് നേരെയുള്ള അവരുടെ പ്രസ്താവനയുടെ ആ ഒരു എത്ര നിസ്സംഗമായിട്ടാണ് ഒരു സ്മോളസ്റ്റ് ബോംബാണ് അവിടെ ഇട്ടത് എന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങൾ വെച്ച ചുവന്ന വര ഇസ്രായേൽ മറികടന്നിട്ടില്ല, ഇനിയും എത്ര ചുവന്ന വര വരക്കണം. റഫ ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് അമേരിക്ക പറഞ്ഞത് ഈ ചുവന്ന വര കടക്കരുത്, റഫേൽ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തരുത് എന്ന അർത്ഥത്തിലാണ് ഇതുവരെ അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇസ്രായേൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇപ്പോ നിരന്തരമായി അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇത്രക്ക് ഭീകരമായ ഒരു ലോക ചരിത്രത്തിൽ, മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അത്ര ക്രൂരമായിട്ടുള്ള വംശഹത്യ നടക്കുമ്പോ ഇതിന് ഏതെങ്കിലും അർത്ഥത്തിൽ തടയിടേണ്ട രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഈ രൂപത്തിലാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നത്, നേരത്തെ അജിംസ് തന്നെ അത് സൂചിപ്പിച്ചു, അതായത് 2ാം ലോക യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ ജൂതന്മാർ ഏതൊരു തരത്തിലുള്ള പീഡന പർവ്വത്തിലൂടെയാണോ കടന്നുപോയത്, ലോകം മുഴുവൻ നിസ്സംഗമായി നോക്കി നിന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോ വീണ്ടും ചരിത്രം എത്തി നിൽക്കുകയാണ്. ഇതിന്റെ ഒരു പര്യവസാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഇത് എവിടെ എത്തിക്കും ലോകത്തെ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള വംശഹത്യാ പദ്ധതികൾ നടത്തിയിട്ടുള്ള രാഷ്ട്രങ്ങളാകട്ടെ, രാഷ്ട്ര നേതാക്കളാകട്ടെ, അവർക്കൊക്കെ
അന്തിമമായി ചരിത്രം, ലോക ചരിത്രം, മനുഷ്യ നാഗരികതയുടെ ചരിത്രം അവർക്കൊക്കെ പിന്നെ വച്ചിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു പതനത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ തന്നെ ഇസ്രായേൽ ഇല്ലാതാകും, ഇസ്രായേൽ ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകും എന്നൊന്നുമല്ല. മറിച്ച് ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ ലോകത്തിന് തൃപ്തികരമായ ഒരു പരിഹാരം കാണുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ നീതിയും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും നിരപരാധികളായ ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി ആക്ടിവിസത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസത്തിന് വകുപ്പുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ ഇപ്പോ ഔദ്യോഗിക കണക്കനുസരിച്ച് 38,000-ഓളം പേര് ഇതുവരെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. നിരന്തരമായി എല്ലാ ദിവസവും ഇത്രയും ആളുകൾ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിൽ വരുന്ന ചോദ്യം, ഇത്രയധികം ആളുകൾ വധിക്കപ്പെട്ടിട്ടും ഇനിയും ഈ ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരു നീതിയുക്തമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു തൃപ്തികരമായ ഒരു പരിഹാരം ഉണ്ടാകാൻ ഇനിയും എത്ര പേർ കൊല്ലപ്പെടണം എന്ന ചോദ്യമൊക്കെ വന്നേക്കാം. പക്ഷെ അതിന് നമ്മൾ ആധുനിക ചരിത്രത്തിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ ലഭിക്കും. ഇപ്പോ 50-കളിലും 60-കളിലും ഒക്കെ അൾജീരിയയിൽ നടന്ന കൂട്ടക്കൊലകള്, ഏതാണ്ട് 6 ലക്ഷത്തിലധികം ആളുകൾ അവിടെ വധിക്കപ്പെട്ടു. ഫ്രഞ്ച് കൊളോണിയൽ ശക്തികളുടെ, അതുപോലെ തന്നെ വിയറ്റ്നാമിലെ യുദ്ധം. ഇപ്പോ ഏറ്റവും അധികം ഇതിനകത്ത് ശുഭാപ്തികരമായ ഒരു സംഗതി അതാണ്. അതായത് വിയറ്റ്നാം യുദ്ധത്തിനെതിരെ സമാധാനത്തിന്റെ പതാക ഉയർത്തിയ അതേ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോ ഈ ഗസയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന അമേരിക്കൻ യുവത പിന്നെ എഴുന്നേൽക്കുന്നു. ജോ ബൈഡനെ ജനസൈഡ് ജോ, അതുപോലെ തന്നെ ബ്ലിങ്കനെ ബുച്ചർ ബ്ലിങ്കൻ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട്, ബുച്ചർ ബ്ലിങ്കൻ എന്നത് അദ്ദേഹത്തിന് അരോചകമായതിന്റെ പേരിൽ അങ്ങനെ വിളിക്കാൻ സാധ്യതയുള്ള സദസ്സുകളിൽ നിന്ന് ഈ പ്രതിഷേധക്കാരൊക്കെ നീക്കം ചെയ്യുന്ന അത്തരം ഒരു വലിയ ഒരു നടപടികളിലേക്ക് പോലും ഒരു അപഹാസ്യമായിക്കൊണ്ട് US ഭരണകൂടം നടപടികൾ സ്വീകരിക്കുമ്പോൾ ഈ ഒരു പിന്നെ രൂപത്തിൽ അമേരിക്കൻ ഭരണാധികാരികളെ ജനങ്ങൾ നടുറോട്ടിൽ ചോദ്യം ചെയ്യുന്നു. ഈ അടുത്ത് സെനറ്റ് കമ്മിറ്റി ഗസയുടെ വിഷയത്തിൽ നടത്തിയ ഒരു പിന്നെ ബ്ലിങ്കനെ വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രതീക്ഷ. അതായത് ലോകത്ത് അത്തരം ഫലസ്തീൻ പ്രശ്നത്തിന്, ഫലസ്തീൻ ക്വസ്റ്റ്യന് നിരന്തരമായി പിന്തുണ ഏറി വരുന്നു. ആ പിന്തുണ തീർച്ചയായിട്ടും ഈ ഒരു വംശഹത്യയിൽ നിന്ന് എത്ര തന്നെ ഇസ്രായേൽ ആളുകളെ കൊല്ലാൻ ശ്രമിച്ചാലും, നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലാൻ ശ്രമിച്ചാലും, അന്തിമമായി ഈ പ്രശ്നത്തെ ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുവാനും അതിനെ സജീവമായി നിലനിർത്താനും ഒരു കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് ഫലസ്തീൻ രാഷ്ട്രം, ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം. ഇപ്പൊ നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ 3 രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്ന് പറയുന്നത്, ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇതുവരെ യൂറോപ്യൻ യൂണിയന്റെ മുഴുവൻ പിന്തുണയും, ഒരു അൺലിമിറ്റഡ് സപ്പോർട്ട്, ഒരു നിരുപാധികമായിട്ടുള്ള അൺകണ്ടീഷണൽ സപ്പോർട്ട് ലഭിച്ചിരുന്ന രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ആ പിന്തുണ കുറഞ്ഞു വരുന്നു. ഫ്രഞ്ച് പാർലമെന്റിൽ ഫലസ്തീൻ പതാക ഉയർത്തുന്നു ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയെ പുറത്താക്കുന്നുണ്ട്. അതുപോലെ ലോകത്ത് നടക്കുന്ന സ്പോർട്സ് ഈവന്റുകളിൽ, സിനിമാ മേളകളിൽ, സാംസ്കാരിക ഈവന്റുകളിൽ ഒക്കെ ഫലസ്തീൻ പതാക ഉയർത്തി കാണിക്കുകയും അത് പാറിക്കളിക്കുകയും ചെയ്യുന്ന വളരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഫലസ്തീൻ പ്രശ്നത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വംശഹത്യ ഇങ്ങനെ തുടരാൻ തന്നെയാണ് ഒരു പക്ഷേ ഇസ്രായേലിന്റെ ഭാവം. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞത് ഇത് 2024 മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെന്ന്. പക്ഷേ അത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നതിന്റെ സൂചനകൾ ഇപ്പൊ തന്നെ നമ്മൾ ഈ റഫേൽ ഇസ്രായേൽ ആക്രമണത്തെ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നോക്കൂ. ഇസ്രായേലി സൈനികരെ ഏറ്റവും ചുരുങ്ങിയത് 3 പേരെയെങ്കിലും ഹമാസിന്റെ പോരാളികൾ ഈ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും അവർക്ക് തടവുകാരാക്കാൻ സാധിക്കുന്നു. അത്രത്തോളം ചെറുത്തുനിൽപ്പ് അവർ സാധിക്കുന്നു. അതുപോലെ ഇന്ന് പോലും 4 ജൂത സൈനികരെ പിന്നെ ഹമാസിന്റെ പോരാളികൾക്ക് വധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്ര ശക്തമായ ഒരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഇസ്രായേലിനകത്ത് അതിശക്തമായ ജന പിന്തുണ ഈ യുദ്ധം നിർത്തുന്നതിന്, വെടിനിർത്തലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിന് ആകെ ചെയ്യാനുള്ള ഒരേ ഒരു സംഗതി നിരപരാധികളെ കൊല്ലുക എന്നത് മാത്രമാണ്. അതവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലും ഇല്ലെങ്കിൽ അവർക്ക്, പ്രത്യേകിച്ച് നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാനോ തന്റെ യുദ്ധ ക്യാബിനറ്റിനെ മുന്നോട്ട് നയിക്കാനോ, വലതുപക്ഷത്തിന്റെ തീവ്രവാദികൾ കൂടുതലുള്ള ആ യുദ്ധ ക്യാബിനറ്റിനെ മുന്നോട്ട് നയിക്കാനോ സാധ്യമല്ല എന്നതാണ് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ കാണേണ്ടത്. അതുകൊണ്ട് ഇസ്രായേലി യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, നിരപരാധികളെ കൊന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഫലസ്തീനി ജനതയുടെ ചെറുത്തുനിൽപ്പ് അത് തുടരുക തന്നെ ചെയ്യും.
അതിന് ലോകത്ത് ലഭിക്കുന്ന ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ കെ സുഹൈൽ, ഇവിടെ ഒരു കാലത്ത് ഈ ഫലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്ത് വളരെ ചുരുങ്ങിയൊരു രാഷ്ട്രീയ സർക്കിളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു. 60കൾക്ക് ശേഷമാണ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂന്നാം ലോക രാജ്യങ്ങളിലെങ്കിലും പിന്തുണ ലഭിക്കുന്നു. പ്രത്യേകിച്ചും യാസർ അറാഫത്തിൻ്റെ കാലത്തൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ചേരിചേരാ രാജ്യങ്ങളെല്ലാം അതിനെ പിന്തുണച്ചു തുടങ്ങുന്നത്. മുൻപ് പിന്തുണ ഇല്ല എന്നല്ല, ഒരു പോപ്പുലറായ പിന്തുണ ഉണ്ടായി വരുന്നത് അതിന് ശേഷമാണ്. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഫലസ്തീനുകളെ കൊന്നൊടുക്കിയ ഒരു സംഘർഷമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്ന് വളരെ വ്യാപകമായ തോതിൽ ഫലസ്തീൻ കോസിനുള്ള പിന്തുണ വർദ്ധിക്കുന്നത് ഇതൊരു നിർണായകമായ മാറ്റമാണ്. തീർച്ചയായിട്ടും അജിംസ്, യഥാർത്ഥത്തിൽ ഈ യുദ്ധം എല്ലാ അർത്ഥത്തിലും ഇസ്രായേൽ പരാജയപ്പെടുകയും അതുപോലെ ഫലസ്തീനിയൻ റെസിസ്റ്റൻസ് വിജയിക്കുകയും ചെയ്യുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞ ഈ മാസീവ് ഗ്ലോബൽ സപ്പോർട്ട്. ഇതിൽ നെറേറ്റീവ് വാർ ആണ് ഏതൊരു യുദ്ധത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്നുവെച്ചാൽ നിങ്ങളുടെ ആഖ്യാന യുദ്ധം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. മാസീവ് ഗ്ലോബൽ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഫ്രീ ഫലസ്തൈൻ എന്ന് പറയുന്നത് ഇന്ന് വളർന്നിരിക്കുന്നത് ഹാസ് നൗ ഗ്രോൺ ഇൻ ടു ബേസിക്കലി എ ഗ്ലോബൽ മൂവ്മെന്റ്. നിങ്ങൾ ഏതൊരു അന്താരാഷ്ട്ര മത്സരം എടുത്താലും, അത് ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ഏത് മത്സരം എടുത്താലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈവൻ ഫാഷൻ ഷോ, ഏറ്റവും ഒടുവിൽ നടന്ന ഫ്രാൻസിൽ നടന്ന ഫാഷൻ ഷോയിൽ ബ്യൂട്ടി പേജൻസ് അവരുടെ റാമ്പ് വാക്കിൽ അവർ ഫലസ്തീൻ കൊടി അണിഞ്ഞിട്ട് അവർ റാമ്പ് വാക്ക് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ മൂവ്മെന്റ് ആയിട്ട് വളർന്നു എന്നുള്ളതാണ് ഒക്ടോബർ 7 ശേഷം നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും വലിയ പിന്നെ സ്ട്രാറ്റജിക് വിക്ടറി എന്ന് പറയുന്നത് ഈ നെറേറ്റീവ് വാർ ഫലസ്തീൻ വിജയിക്കുക മാത്രമല്ല, നേരത്തെ യൂറോപ്പിനകത്തുള്ള അയർലാൻഡ്, സ്പെയിൻ, നോർവേ പോലുള്ള രാജ്യങ്ങൾ ഫലസ്തീനിന്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലാത്ത രാജ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിന്റെ സ്വതന്ത്ര അസ്തിത്വം റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നവർ പറയുകയുണ്ടായി. ഇത് യുദ്ധം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഫലസ്തീൻ പോരാട്ടത്തിന്റെ ഒരു വിജയമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. UK-യും US-ഉം അതിന്റെ ജനപ്രതിനിധി സഭകളിൽ പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഫലസ്തീനെ കുറിച്ച് ഈ കോൺഫ്ലിക്റ്റിന് ശേഷം അതിനെ റെക്കഗ്നൈസ് ചെയ്യും, പൊട്ടൻഷ്യലി റെക്കഗ്നൈസിങ് ഫലസ്തീൻ എന്ന വാർത്ത നിങ്ങൾ പിന്നെ കണ്ടിരിക്കും. അതുപോലെ തന്നെ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ആംബിഷ്യസ് പ്രൊജക്ട്, അത് കംപ്ലീറ്റ്ലി വെള്ളത്തിനടിയിലേക്ക് പോയി, അല്ലെങ്കിൽ അത് തകർന്നു പോയി എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വീക്ക്നെസ് ലോകത്തിന് മുന്നിൽ പ്രകടമായി എന്നുള്ളത് വേറൊരു സ്ട്രാറ്റജിക് ഫെയിലിയർ ആണ്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇക്കണോമിക്കലി അതുപോലെ പൊളിറ്റിക്കലി വീക്കായി എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു സ്ട്രാറ്റജിക് ഫെയിലിയർ ആണ്. അതുപോലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർ ആയ ഒരു രാജ്യമായി ഇസ്രായേൽ ഇന്ന് അറിയപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വലിയ പരാജയം. അപ്പൊ ഈ എല്ലാ അർത്ഥത്തിലും ലോകത്തൊരു ഒരു വലിയ വിജയമാണ് നേടിയെടുത്തത്. എല്ലാ അർത്ഥത്തിലും അതിന് ഗ്ലോബൽ സപ്പോർട്ട് കിട്ടി എന്നുള്ളത് ഒരു സത്യമാണ്. അതോടൊപ്പം പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ യുദ്ധം ഒരിക്കലും ഹമാസിനെ കുറിച്ചുള്ളതല്ല എന്നുള്ള സത്യം വെളിവാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1.5 മില്യൺ ആളുകളാണ് ശരിക്കും ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന ആ മാപ്പിനകത്ത് അതിന്റെ തെക്ക് ഭാഗം മാത്രമാണ് വേറൊരു രാജ്യവുമായിട്ട് അത് അതിർത്തി പങ്കിടുന്നത്. അത് ഈജിപ്തുമായിട്ടാണ്. സൈനായ് പെനിൻസുലയിലേക്ക് ബന്ധപ്പെടുന്ന ആ ബോർഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരുപാട് തവണ പോയ ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ കാണാൻ സാധിക്കും എത്രമാത്രം ആ ബോർഡർ പിന്നെ ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ബോർഡറാണ് ഇത്. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വടക്ക് ഭാഗത്തുള്ള മുഴുവൻ ഗസയിലെ നിവാസികളോടും പറയുകയാണ്, നിങ്ങൾ തെക്ക് ഭാഗത്തേക്ക് പോകണം, റഫയിലേക്ക് പോകണം എന്ന് പറയുന്നു. എന്നിട്ട് അതിനുശേഷം അവിടെ ബോംബിടാണ്. റഫേല് സേഫ് പാസേജ് ആണ്, അത് സേഫ് പ്ലേസ് ആണെന്ന് പറയുക, എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം അവിടെ ബോംബിടുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഗസയിലെ ജനങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈജിപ്തിലേക്ക് അവരെ പറഞ്ഞയക്കാൻ, അവരെ കംപ്ലീറ്റ്ലി
ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ നിങ്ങൾക്ക് ലിക്വിഡ് പാർട്ടിയുടെ നേതാവ് പിന്നെ ഗലിത് ദിസ്റ്റേൽ അത്ബറിയാൻ എന്ന് പറയുന്ന ലിക്വിഡ് പാർട്ടി നേതാവ് അദ്ദേഹം പറയുന്നുണ്ട്, ഗസ ഭൂമിയുടെ മുഖത്ത് നിന്ന് നമ്മൾ മായ്ക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭൂമിയുടെ മുഖത്ത് നിന്ന് ഗസയെ തന്നെ മായ്ക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് അത് വെളിവാക്കുന്നു. അതുപോലെ തന്നെ എലിയാഹു യുസൈൻ എന്ന് പറയുന്ന മിലിറ്ററി ഓഫീസർ അദ്ദേഹം പറയുന്നുണ്ട്, സീറോ ധാർമ്മികതയോടുകൂടി ഉപയോഗിച്ച് പരമാവധി ക്രൂരത അതാണ് ഗസയിൽ നമുക്ക് ചെയ്യാനുള്ളത്. 2.5 ദശലക്ഷം വരുന്ന തീവ്രവാദികൾ അവരെ ഗസയിലുള്ള നിവാസികളെ കുറിച്ച് പറഞ്ഞത്. 2.5 ദശലക്ഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ നിവാസികളും തീവ്രവാദികളാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു അതുപോലെ തന്നെ ഗിയോറെ എയിൽനാദ് എന്ന് പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്, അദ്ദേഹവും ഇതേപോലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഗസയെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ഫെയിലിയർ ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉള്ള അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെ ബോംബിംഗ് ഇത് അബദ്ധമല്ല, റഫേൽ നടത്തിയിട്ടുള്ള ബോംബിംഗ് അബദ്ധമല്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ +972 മാഗസീൻ എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട്. +972 എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ISD കോഡാണ്. +972 മാഗസീനിന്റെ അകത്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഈ അടുത്ത് പ്രസിദ്ധീകരിക്കേണ്ടായി. മാസ് അസാസിനേഷൻ ഫാക്ടറി ഇസ്രായേൽസ് കാൽക്കുലേറ്റഡ് ബോംബിംഗ് ക്യാമ്പയിൻ എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര്. അതിന്റെ അകത്ത് അവർ പറയുന്നത് ഇസ്രായേൽ യഥാർത്ഥത്തിൽ പിന്നെ അതിന്റെ അകത്ത് ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആണ് എമ്പാടും അതിന്റെ അകത്ത് ടെസ്റ്റിമോണിയൽസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള കറന്റ്ലി വർക്കിംഗ് മിലിറ്ററി ഓഫീസേഴ്സ്, ഇന്റലിജൻസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പാസ്റ്റ് ഇന്റലിജൻസ് ഓഫീസേഴ്സ്, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്, ആ വാക്ക് ഉദ്ധരിച്ചാൽ, ഇസ്രായേൽ ഇന്റൻഷനലി ടാർഗറ്റ്സ് ഫലസ്തീനിയൻ ഫാമിലീസ് ആൻഡ് അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സ് ഇൻ എയർ സ്ട്രൈക്സ്. ഇറ്റ്സ് നോട്ട് കൊളാറ്ററൽ ഡാമേജ്, ദേ ആർ ദ ടാർഗറ്റ്സ് എന്ന് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ടെസ്റ്റിമോണിയൽസിൽ പറയുന്നതായി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ബോധപൂർവമായിട്ടാണ് ഈ ടാർഗറ്റ്സിലേക്ക് ബോംബിടുന്നത്. ഇപ്പോൾ നടന്ന ഈ റഫേലുള്ള ബോംബിംഗ് അബദ്ധമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ധരിക്കുന്നത്. അവരൊരിക്കലും അബദ്ധത്തിൽ ഇത് ചെയ്യുന്നില്ല, മറിച്ച് ഫലസ്തീനി കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവമായിട്ട് ചെയ്യുന്നതാണ് എന്ന് കൃത്യമായിട്ട് ഇസ്രായേലി ഒഫീഷ്യൽസ് പറയുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ആ റിപ്പോർട്ട് പുനഃപ്രസിദ്ധീകരിക്കുകയും ലോകത്തെ മേജർ ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനെക്കുറിച്ച് അവർ പറയുന്ന പദാവലി പവർ ടാർഗറ്റ്സ് എന്നാണ്. പവർ ടാർഗറ്റ്സ്, കോട്ട് ആൻഡ് കോട്ട് പവർ ടാർഗറ്റ്സ്. പവർ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്റൻറ്റഡ് ടു പുട്ട് പ്രഷർ ഓൺ ഹമാസ് ബൈ പുട്ടിങ് പ്രഷർ ഓൺ ദ പീപ്പിൾ എന്നുള്ളതാണ്. ഹമാസിന്റെ മുകളിൽ പ്രഷർ ഉണ്ടാക്കുക എങ്ങനെയാണ്? ജനങ്ങളെ കൊല്ലുന്നതിലൂടെ, ജനങ്ങളെ ജീവനോടെ കത്തിക്കുന്നതിലൂടെ, പിന്നെ നിരപരാധികളായ സിവിലിയൻസിനെ, കുട്ടികളെ, വെച്ചാൽ പകുതി പോപ്പുലേഷൻ കുട്ടികളാണ്, ഈ കുട്ടികളെ പിന്നെ കൊല്ലുന്നതിലൂടെ ഹമാസിന്റെ മുകളിൽ ഒരു വലിയൊരു പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പവർ ടാർഗറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ടെററിസത്തിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ആക്ച്വലി കംസ് വിതിൻ ദ ഡെഫിനിഷൻ, ദ പെർവ്യൂ ഓഫ് ദ ഡെഫിനിഷൻ ഓഫ് ടെററിസം. ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അൺലോഫുൾ ടാർഗറ്റിംഗ് ഓഫ് സിവിലിയൻസ് യൂസിങ് വയലൻസ് ഫോർ പൊളിറ്റിക്കൽ പർപ്പസ്. എന്നുവെച്ചാൽ രാഷ്ട്രീയമായ ഉദ്ദേശത്തിന് വേണ്ടി ഒരു ടാർഗറ്റ്, സിവിലിയൻ ടാർഗറ്റ്സിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അൺലോഫുൾ ടാർഗറ്റിംഗ്. അതാണ് യഥാർത്ഥത്തിൽ ടെററിസം. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ തന്നെ ഡെഫിനിഷൻ, അവരുടെ തന്നെ ലീഗൽ ഫ്രെയിംവർക്സിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത് ബേസിക്കലി ഹമാസ് അല്ല ഇവിടെ ലക്ഷ്യം. ഇവിടെ ലക്ഷ്യം ഗസയിലുള്ള മുഴുവൻ ജനങ്ങളുമാണ്. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അമ്പയെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, TK ജാബിർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വശത്ത് വ്യാപകമായ പിന്തുണ, ഇതുവരെയും ലഭിക്കാത്ത പിന്തുണ ഈ ഫലസ്തീൻ കോസിന് ലഭിക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതല്ല, ഡിപ്ലോമാറ്റിക്കലി വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേലിന്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ റിസ്ക് എന്തുകൊണ്ടായിരിക്കും ഈ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ എടുക്കുന്നത്? മറ്റൊന്ന്, ഇത് കണ്ടിട്ട് പോലും ഇസ്രായേൽ റെഡ് ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല എന്ന് വൈറ്റ് ഹൗസിന് ഒരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെ പറയാൻ എങ്ങനെ സാധിക്കുന്നുണ്ടാകും? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അതിനെ
ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ പാലസ്തീനൊപ്പം നിൽക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വലിയൊരു നടപടിയായിട്ട് കാണാൻ കഴിയില്ല ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് സാമ്പത്തികമായും സൈനികമായും വലിയ ശക്തികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഇസ്രായേലിന്റെ ഒപ്പം തന്നെയാണെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്പെയിനോ അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ നോർവേ, ഈ രാഷ്ട്രങ്ങളൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള വിലപേശലുകൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള വലിയ സംഭാവനകൾ നൽകുന്നതിനോ സാമ്പത്തികമായിട്ട് യൂറോപ്യൻ യൂണിയനിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ സംഭാവന നൽകുന്നതിന് സാധിക്കുന്ന രാഷ്ട്രങ്ങളല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഫ്രാൻസ്, റഷ്യ അല്ലെങ്കിൽ UK, ഈ രാജ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫ്രാൻസിൽ നിന്നുള്ള ഒരു MP ഇപ്പോ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പാലസ്തീൻ അനുകൂലമായി ഒരു പതാക വീശുകയും അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇടതുപക്ഷക്കാരനായിട്ടുള്ള MP പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന, അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഒരു വിഷയം കൂടി ഞാൻ പറയാം. അതായത് ആഗോളതലത്തില് പാലസ്തീന് പിന്തുണ ലഭിക്കുകയും അതേസമയം ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഒരു നേഷൻ, ഇസ്രായേൽ എന്ന് പറയുന്ന നേഷൻ നമ്മൾക്ക് കാണാൻ കഴിയില്ല. പാലസ്തീൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു നേഷൻ ഉണ്ട്, പാലസ്തീൻ ഒരു നേഷൻ ഉണ്ട്, എന്നാൽ അവർക്കൊരു സ്റ്റേറ്റ് ഇല്ല. ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആധുനിക രാഷ്ട്രീയ സങ്കല്പം ഉണ്ടായി വരണമെങ്കിൽ ആദ്യം നേഷൻ ഉണ്ടാവുകയും പിന്നീട് അതൊരു നേഷൻ സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതിന് ഒരു സാധ്യത ഇപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ആഗോളതലത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ സൈനിക ശക്തികളെല്ലാം ഇസ്രായേലിനെ നിശബ്ദമായോ അല്ലെങ്കിൽ തുറന്നോ പിന്തുണയ്ക്കുന്നുണ്ട്, പലസ്തീനെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ആഗോളതലത്തിലെ ജനങ്ങളുടെ പിന്തുണയും അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരൊരു നേഷനാണ്, അവരൊരു സമൂഹമാണ്, പാലസ്തീൻ ജനത എന്നുള്ളൊരു സമൂഹമാണ്, അവർക്കൊരു രാഷ്ട്രം വേണം എന്നുള്ളൊരു സങ്കല്പം ലോക ജനതയ്ക്കുണ്ട്. പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പൊ അവരുടെ ഒരു പാലസ്തീൻ ജനതയുടെ ഒരു ദേശരൂപീകരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു സമൂഹ രൂപീകരണം, ഒരു നേഷൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്, നേഷൻ ബിൽഡിംഗ്, പാലസ്തീന്റെ ഒരു നേഷൻ ബിൽഡിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഒരു നേഷൻ ബിൽഡിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആഗോള രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പോ 2015 ശേഷം ആഗോളതലത്തിൽ ഒട്ടേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന ഒരു രാഷ്ട്രീയ സങ്കല്പത്തെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പഠനങ്ങളിലെല്ലാം കാണിക്കുന്നത് ആഗോളതലത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള ഫ്രീഡം ഹൗസിന്റെ റിപ്പോർട്ട്, ഈ ഫ്രീഡം ഹൗസിന്റെ റിപ്പോർട്ട് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലെയും ജനാധിപത്യത്തിന്റെ അതിന്റെ തോത് അളക്കുന്ന ഒരു മെക്കാനിസം അവർക്കുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലോക രാഷ്ട്രങ്ങളിലുള്ള, അപ്പോൾ ലോക രാഷ്ട്രീയപരമായി രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രവർത്തന ഫലമായി ലോകത്ത് ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയൊരു ദുഃഖസത്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് പരസ്പരം ജനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളെ യുദ്ധത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സഹിഷ്ണുത ഇല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രവണത കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ലോകത്ത് വലിയൊരു വിഭാഗം തീവ്ര വലതുപക്ഷ വിഭാഗക്കാരുണ്ട്, ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പിൽ ഉൾപ്പെടെ വലിയൊരു വിഭാഗം അതുകൂടിയുണ്ട്. അതായത് ജനാധിപത്യത്തെ എതിർക്കുന്ന, വംശീയതയെ അനുകൂലിക്കുന്ന, കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷമുണ്ട്. അപ്പൊ ഈ ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ലോകത്ത് പോപ്പുലിസ്റ്റ് നേതാക്കന്മാരുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ അല്ലെങ്കിൽ തുർക്കിയിലോ യൂറോപ്പിലോ പല ഭാഗത്തും ഇപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. പോപ്പുലിസം വളരെ ശക്തമായിട്ട് വരുന്നു.
പോപ്പുലിസ്റ്റ് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. അവരുടെ നയങ്ങൾ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് എതിരായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ജനാധിപത്യം ഇല്ലാതായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നേഷൻ രൂപീകരണവും അവരുടെ നേഷൻ സ്റ്റേറ്റ് രാഷ്ട്ര രൂപീകരണം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജനാധിപത്യം ഇതേ സമയം തന്നെ നമ്മൾ കാണുന്ന വലിയൊരു ചരിത്രത്തിലെ വലിയ രാഷ്ട്രീയ വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വന്നത് പാശ്ചാത്യ സങ്കല്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രീയ ചിന്തകളിൽ നിന്ന്, ചർച്ചകളിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നുള്ളത് കേവലം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ മെക്കാനിസം സംവിധാനം മാത്രമല്ല. ജനാധിപത്യം എന്ന ആ ഒരു സങ്കല്പത്തിൽ പല ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് നീതി, സമത്വം, സാഹോദര്യം, അതേപോലെ തന്നെ തുല്യത, അവകാശങ്ങൾ തുടങ്ങിയ ഈ ജനാധിപത്യത്തിൽ വരുന്ന എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന പ്രവണത യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കാണുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്, പ്രതിസന്ധി തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഈ പ്രതിസന്ധി നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് കണ്ടതാണ്. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് ചരിത്രം ആവർത്തിക്കുന്ന കാഴ്ച അങ്ങനെ തന്നെ വരികയാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരികയാണെന്ന് തോന്നലുണ്ടാവുകയാണ്. അതിഥികളിലേക്ക് തിരികെ ഡോക്ടർ താജ് ആലുവ, ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യമാണ് എന്ന് നമ്മളെ ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുണ്ടായ സംഭവവികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയേ ഇത് തീരൂ, ഈ പ്രശ്നം തീരൂ എന്നുണ്ടോ? താജ് ആലുവ കേൾക്കാമോ? കേൾക്കുന്നില്ല. അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ ഈ സംഘർഷം തീരൂ, ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നുണ്ടോ? ഇത് മൂന്നാം ലോക യുദ്ധത്തിന്റെ ഒരു വഴി ആകും എന്ന് പ്രവചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു നിരീക്ഷണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പൊ ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടു, അതായത് ഏതെങ്കിലും ഒരു ശക്തമായ സൈനിക പിന്തുണ, അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മളുടെ ലോകരാഷ്ട്രങ്ങളിൽ ശാക്തിക ചേരിയിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ ആ അർത്ഥത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തെയോ ഫലസ്തീൻ കോസിനെയോ പിന്തുണക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പിന്തുണകളെല്ലാം നമുക്കിപ്പോൾ കാണുന്നത് ഒന്നുകിൽ ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുജനങ്ങളുടേതായിട്ടുള്ള ധാരാളമായിട്ടുള്ള ധാർമ്മിക പിന്തുണ, ഇത്തരം പിന്തുണകളാണ് ഫലസ്തീൻ കോസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശാക്തിക ചേരി ഒരു ഭാഗത്തും മറു ശാക്തിക ചേരി അതിനെ എതിർക്കുന്ന മറ്റൊരു ചേരി മറുഭാഗത്തായിട്ടുള്ള അങ്ങനത്തെ ഒരു ലോകയുദ്ധത്തിലേക്ക് ഇത് നയിക്കും എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണത്തിന് നമുക്ക് തീരെ സാധ്യതയില്ലാത്ത അങ്ങനെയാണ് ഈ ഫലസ്തീൻ പ്രശ്നം ഇപ്പോ അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ വേദിയിൽ അത് പ്ലേ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് ഒരു വശം, ഈ ഫലസ്തീൻ പ്രശ്നത്തിന്റെ വശം, ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇസ്രായേലിന്റെ ക്രൂരത, അതിന് അമേരിക്ക പിന്തുണ കൊടുക്കുന്നത്, അതുപോലെ തന്നെ വൻ ശക്തി രാഷ്ട്രങ്ങൾ പിന്തുണ കൊടുക്കുന്നത് ഒരു മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിലുള്ള ഒരു വലിയ നിൽക്കുന്നു. ചരിത്രം നാളെ വിധി എഴുതാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയിലാണ് നമ്മൾ ഉള്ളത് എന്ന് പറയാം. അതായത് ഇത്രയധികം നിരപരാധികളായ മനുഷ്യർ രണ്ടാം ലോക യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാളും ഇരട്ടിയിലധികം സ്ഫോടന ശക്തിയുള്ള അല്ലെങ്കിൽ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇത്രയും ചെറിയ ലോകത്തിൽ തന്നെ ഇത്രയും ചെറിയൊരു ഭൂപ്രദേശത്ത് ഇത്രയും അധികം ആയുധങ്ങൾ വർഷിച്ചിട്ടും അവരെ കൊന്നൊടുക്കിയിട്ടും ലോക മനസാക്ഷി എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ചരിത്രം നാളെ ചോദിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ആ ഒരു ബോഡി, അതിന്റെ ഒരു ദൗത്യം, അതിന് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ലോകത്ത് സംഘർഷങ്ങൾ തടയുന്നതിന്, മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്, ലോകത്ത് നീതി ലഭിക്കാത്ത ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് ഒക്കെ വേണ്ടി രൂപപ്പെടുത്തപ്പെട്ട ആ ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ നോക്കുകുത്തിയാണ്. അവരുടെ ഒരു നിർദ്ദേശങ്ങളും ഒരു പുല്ലുവില പോലും, അതിന്റെ ഏറ്റവും ആസ്ഥാനമായ അത് നിലകൊള്ളുന്ന അമേരിക്ക പോലും അതിന് കൽപ്പിക്കുന്നില്ല. എന്നല്ല, പലപ്പോഴും അമേരിക്ക അടക്കം ഇസ്രായേൽ അടക്കം ഈ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു. അതിന്റെ സെക്രട്ടറി ജനറലിനെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ അവർ തന്നെ രൂപപ്പെടുത്തിയ UNRWA എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജീസ് ഏജൻസി,
അവർക്ക് വേണ്ടിയിട്ട് ഫലസ്തീനികൾക്ക് വേണ്ടി രൂപപ്പെടുത്തി അവർ തന്നെ മുൻകൈ എടുത്ത് രൂപപ്പെടുത്തിയ ആ ഏജൻസിയെ ഒരു കള്ളത്തിന്റെ പേരിൽ, അതായത് ഉൺറുവയിലെ പ്രവർത്തകർ ഹമാസിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒരു കള്ളം ഇസ്രായേൽ പുറത്തുവിട്ടപ്പോൾ അതിനപ്പടി വിഴുങ്ങിക്കൊണ്ട് ആ ഏജൻസിക്കുള്ള സഹായം നിർത്തിവെച്ചു. ഇന്ന് പോലും ഇപ്പോ നെതർലൻഡ്സിൽ അതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിന്റെ അർത്ഥം നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുത്ത ഇത്തരം സംഗതികൾക്ക്, ഇത്തരം വേദികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ വൻ ശക്തികൾ എന്തുകൊണ്ട് നിലകൊണ്ടു എന്ന ഒരു ചോദ്യം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും, അതായത് ആ ഒരു മനസാക്ഷിയെയാണ്, ലോക മനസാക്ഷിയെ പിടിച്ചുലക്കുന്ന ചോദ്യങ്ങളായിട്ട് ഇതൊക്കെ നിലനിൽക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ തന്നെ നിലപാടെടുക്കാൻ കഴിയുന്ന അറബ് മുസ്ലിം രാജ്യങ്ങൾ. ഇപ്പോ അവർ ശരിക്കും ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പവർ, ഒരു ഡിപ്ലോമാറ്റിക് പവർ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് ഇതിനകത്ത് ധാരാളമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പലരും പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുന്നു, അപലപിച്ച് ഏതാനും ചില രാഷ്ട്രങ്ങൾ, വിരലിലെണ്ണാവുന്ന ചില രാഷ്ട്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റാരും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു മൂവ്മെന്റിന് പിന്നെ രംഗത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, പാശ്ചാത്യ ലോകത്തെ യൂണിവേഴ്സിറ്റികളിലാണ്, അവിടുത്തെ യുവാക്കളാണ് ഈ പ്രശ്നത്തെ ഇന്ന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ബാക്കി ഈ മുസ്ലിം രാജ്യങ്ങൾ, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ പണ്ട് മുതലേ ചരിത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന രാജ്യങ്ങളിലെ യുവത ഇപ്പോൾ എവിടെയാണ്? അവിടെ പ്രതിഷേധം പോലും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരു പരസ്യമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ഇടാനുള്ള സ്വാതന്ത്ര്യം ഇത്തരം രാജ്യങ്ങളിലെ യുവതകൾക്ക് തടയപ്പെടുന്നു. ആ അർത്ഥത്തിൽ അവിടുത്തെ യുവതകൾക്ക് അതിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അറബ് വസന്തത്തിന് ശേഷം ഇത്രയധികം നിസ്സംഗമായ ഒരു രൂപത്തിൽ ഈ അറബ് രാജ്യങ്ങളിലെയൊക്കെ ജനത, പ്രത്യേകിച്ച് അവിടുത്തെ യുവത ഈ വിഷയത്തെ ഇങ്ങനെ വളരെയധികം ദേഷ്യവും അമർഷവും അടക്കി പിടിച്ചുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ഇവിടുത്തെ യുവത കഴിഞ്ഞു പോകുന്നത്. അപ്പോ ഇത്തരം ചില സംഗതികളാണ്, ഇത്തരം ചില ധാർമ്മിക പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിയൊരു സംഘർഷമായി ഇത് രൂപപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണെങ്കിലും, പക്ഷെ ഇതിനെ ലോകത്ത് മുഴുവൻ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുടെ ഒരു പ്രതീകാത്മക സമരമായിട്ട് ഇത് രൂപപ്പെട്ടു വരുന്നു. ഫലസ്തീൻ പ്രശ്നത്തെ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മുമ്പ് ഇപ്പോ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ, അതുപോലെ തന്നെ അമേരിക്കയുടെ പനാമ, നിക്കരാഗ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു കയറി ഈ 60കളിലും 70കളിലും ഒക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം അവർ ചെയ്തു കൂട്ടിയ ഒരുപാട്, അതുപോലെ തന്നെ പിന്നീട് വരുമ്പോൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ചെയ്തു കൂട്ടിയ അത്തരം കൊള്ളരുതായ്മകളുടെ, അവരുടെ അതിപ്രവർത്തനങ്ങളുടെ, അതിക്രമങ്ങളുടെ, അതിനൊക്കെ എതിരെയുള്ള ഒരു മൂവ്മെന്റ് കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരുന്നു. ഒരിക്കൽ കൂടി അത് ലോകത്തിന് മുന്നിൽ അടിച്ചമർത്തപ്പെടുന്നവരും അടിച്ചമർത്തുന്നവരും മർദ്ദകരും മർദ്ദിതരുമായി വേർതിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അത് ഒരു പക്ഷേ നോർവേയും അയർലൻഡും സ്പെയിനും ഒന്നും ആ അർത്ഥത്തിൽ ഒരു സൈനിക ശക്തിയോ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയോ ഒന്നും അല്ലാതിരിക്കാം. പക്ഷേ അതിന്റെ ഒരു പ്രതീകാത്മക സ്വാധീനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അത്തരം രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ഫലസ്തീൻ പ്രശ്നത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ, അല്ലെങ്കിൽ അതിനോട് ചേരാൻ, ആ ഒരു അണിയിലേക്ക് ചേരാൻ വലിയ മിക്കവാറും പതുക്കെ ഇത്തരം രാഷ്ട്രങ്ങൾക്ക് പ്രേരണയാകുന്നു എന്നുള്ളിടത്താണ് അതിന്റെ ഒരു പ്രതീകാത്മകമായ ഒരു വശം നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ നേരത്തെയും അത് സൂചിപ്പിച്ചു, അതായത് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാവുകയോ അമേരിക്ക ഇസ്രായേലിനുള്ള സപ്പോർട്ട് ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ അടുത്തൊരു 10-20 വർഷം കൊണ്ട് അങ്ങനെയാണല്ലോ ചരിത്രത്തിന് ഒരു 20 വർഷം 30 വർഷം എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിന്റെ കണക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു വലിയ കാലയളവല്ല. അടുത്തൊരു 10, 20, 30 വർഷത്തിനുള്ളിൽ, ഒരു 1/4 നൂറ്റാണ്ടിനുള്ളിൽ അമേരിക്ക പോലും മാറാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അടുത്ത ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവിടുത്തെ ഒരു യുവത, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്ന് പഠിക്കുന്ന അത്തരം ആളുകൾ പൊളിറ്റിക്കൽ മേഖലയിലേക്ക് കടന്നു വരികയും ഈ പ്രശ്നത്തെ അവർ ഒരു മർദ്ദിതന്റെ ഭാഗത്ത് നിന്ന് കാണാനുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മതപരമായ ഒരു വശത്തിൽ ഇതിനെ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല, മറിച്ച് ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത, ആ ജനതയോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യത്വപരമായ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫലസ്തീൻ അനുകൂലമായി യൂണിവേഴ്സിറ്റികളിൽ രൂപപ്പെടുന്ന, ഇന്നലെ ഇപ്പൊ ലണ്ടനിൽ നടന്ന റാലികൾ നമ്മൾ കണ്ടു. അവിടെ ഭരണകൂടം അതിനെ അടിച്ചമർത്തിയാണ്. ജർമ്മനിയാണ്
ഈ അർത്ഥത്തിൽ ഏറ്റവും അധികം ഇത്തരം പ്രകടനങ്ങളെയും റാലികളെയും ഒക്കെ അടിച്ചമർത്തിയ രാഷ്ട്രം. പക്ഷെ അവിടെ പോലും അത്തരം ഗവൺമെന്റുകളുടെ നിയന്ത്രണങ്ങളെയും അവരുടെ നടപടികളെയും ഒന്നും വകവെക്കാതെ ധൈര്യത്തോടുകൂടി, ധീരതയോടുകൂടി, പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അവരുടെ ഒരു സെമസ്റ്റർ, ഒരു വർഷാവസാനം, പിന്നെ അവരുടെ അധ്യയന വർഷത്തിന്റെ അവസാനം നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് പോലും, അതിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അവർ ഈ ഒരു കോസിന്റെ ഒപ്പം നിൽക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഒരു പ്രശ്നത്തിന്, ഈ ഒരു അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ സ്വപ്നങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അത് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതല്ലാതെ ഒരു ലോകയുദ്ധത്തിലൂടെ ഇതിന് ഫലസ്തീനിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടായതുപോലെ ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുത്തിയെടുക്കാൻ സൈനിക ശക്തി മുഖേന സാധിക്കും എന്ന് കരുതാൻ മാത്രം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുക സാധ്യമല്ല. പ്രത്യേകിച്ച് വൻ ശക്തികളൊക്കെ ഇസ്രായേലിനെ നിരുപാധികം പിന്തുണക്കുന്നു. അവർ ഇത്തരം ക്രൂരതകൾക്ക് നേരെ കണ്ണടക്കുന്നു. അതുപോലെ ഫലസ്തീനൊപ്പം നിൽക്കേണ്ട, അല്ലെങ്കിൽ അവരോട് ആ അർത്ഥത്തിൽ പ്രത്യയശാസ്ത്രപരമായി തന്നെ അവരോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ള പല രാജ്യങ്ങളും അത്തരം ബാധ്യതകൾ പോലും മറന്നുകൊണ്ട് സ്വന്തം ചെറിയ ചെറിയ വിഷയങ്ങളിൽ മാത്രം, അവരുടെ താല്പര്യങ്ങളിൽ മാത്രം ഇതിനെ ഒരു നിസ്സംഗമായ മനസാക്ഷിയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു നിസ്സംഗമായ അവസ്ഥയിൽ ഇതിനെ കാണുമ്പോൾ ഈ പ്രശ്നത്തിന് ആ അർത്ഥത്തിൽ സൈനികമായ ഒരു പരിഹാരത്തെക്കാൾ നമുക്ക് കാണാൻ സാധിക്കുക ഒരു രാഷ്ട്രീയ പരിഹാരം. ആ രാഷ്ട്രീയ പരിഹാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ശുഭലക്ഷണങ്ങൾ നമ്മൾ ഈ ലോകത്തിന്റെ ഇതിനോടുള്ള പ്രതികരണങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും ഇതിന്റെ അകത്ത് ഈ പ്രശ്നത്തിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള വശം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കെ സുഹൈൽ, ഇവിടെ ഈ അയർലൻഡ്, നോർവേ, സ്പെയിൻ, ഈ 3 യൂറോപ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിച്ചപ്പോൾ അതിനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം സുഹൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ജൂ ജനസൈഡിനെ നിങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് യൂറോപ്പിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇസ്രായേലിന് അറിയാം. കാരണം യൂറോപ്പായിരുന്നു ആ ജൂത വംശഹത്യയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. ജർമ്മനിയാണ് 1ാം സ്ഥാനത്തെങ്കിലും ബാക്കിയുള്ളവർ മൗനമായി അതിനെ പിന്തുണച്ചതാണ്. അത് ഇതിനെങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഇസ്രായേലിനെ, സ്വതന്ത്ര ഫലസ്തീനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ എതിർക്കുകയാണ് എന്നാണ് അവരുടെ ഒരു പരമ്പരാഗതമായ ധാരണ തന്നെ. അങ്ങനെ തന്നെയാണ് അവരുടെ രാഷ്ട്രീയവും അവരുടെ വിദേശ നയവും അങ്ങനെയാണ്. ഈ ഒരു നറേറ്റീവ്, അതായത് യൂറോപ്പിലെമ്പാടും ഇസ്രായേലിൻ്റെ നടപടികളെ വിമർശിച്ചാൽ അതിനെ ആൻറ്റി സെമിറ്റിസം ആയി ഇക്വേറ്റ് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ലോബിയിങ്, അത് പരാജയപ്പെട്ടു തുടങ്ങിയ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനിടയിൽ ഇസ്രായേലിൻ്റെ യുദ്ധവെറി, അതുപോലെ വെറുപ്പ്, ഇതിൽ അവർക്ക് അന്തം നഷ്ടപ്പെട്ടു, അവർക്ക് ബോധം പോയി, അവർക്ക് പിന്നെ ലക്കില്ലാതായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഈ കേട്ട പരാമർശം. ഇസ്രായേൽ എന്നൊരു ബോർഡർ 1967 ബോർഡേഴ്സ് പ്രകാരം ആഗോള രാഷ്ട്രങ്ങൾ എമ്പാടും, ഇൻക്ലൂഡിങ് ഹമാസിന് 2017 റെസൊല്യൂഷൻ പ്രകാരം 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ള ഇതിൻ്റെ പരിഹാരം. ഇവിടെ ഗസ, ആ 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ ഗസയുണ്ട്, അതുപോലെ വെസ്റ്റ് ബാങ്ക് ഉണ്ട്. ഇതിനേക്കാൾ ഇപ്പോൾ കാണുന്ന വെസ്റ്റ് ബാങ്കിനേക്കാൾ കുറച്ച് വലിയ വെസ്റ്റ് ബാങ്ക്, ഇപ്പോൾ കാണുന്ന ഗസയേക്കാൾ കുറച്ചുകൂടി വലിയ ഗസയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗസ നിലനിൽക്കണം, അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾ ആന്റി ഇസ്രായേലാണ് എന്ന് പറയുന്നത് മൊത്തം ലോകത്തെയും UN ഉൾപ്പെടെയുള്ള ഏജൻസികളെയും എല്ലാം ആന്റി സെമിറ്റിക് ആണ് എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ പരിഹാരം ഒരു ആഗോള യുദ്ധമാണോ എന്ന് ചോദിക്കേണ്ട, ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഈ ഡിസ്കഷൻ ശരിക്കും കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അകത്തുള്ള അൾട്രാ റൈറ്റ് വിങ് എന്ന് പറയാവുന്ന അൾട്രാ കൺസർവേറ്റീവ്സ്, അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സങ്കല്പം മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യം, അവർ പറയുന്നത്, അവരുടെ വേൾഡ് വ്യൂ, അല്ലെങ്കിൽ ഈ അവരുടെ ഫോറിൻ പോളിസിയെയും അവർ വിഭാവന ചെയ്യുന്ന അമേരിക്കൻ മിലിറ്ററി പോളിസിയും എല്ലാം യഥാർത്ഥത്തിൽ അവർ വിഭാവന ചെയ്യുന്നത് ഒരു അപ്പോക്കലിപ്റ്റിക് ഫോറിൻ പോളിസി. അപ്പോക്കലിപ്സ് എന്നാണ് അവർ ഈ യുദ്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഫലസ്തീൻ വിഷയം അവസാനിക്കുന്നത് ഒരു അപ്പോക്കലിപ്സിലൂടെയാണ്. ആ അപ്പോക്കലിപ്സിന്റെ വിശദീകരണം അവർ ബൈബിളിന്റെ അകത്തുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് അവർ പറയാറുള്ളത്. അവർ പറയുന്നത് ഈ പ്രശ്നം അവസാനിക്കുന്നതിന് ശരിക്കും എന്തുകൊണ്ടാണ് അമേരിക്കയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു വലിയ വിഭാഗം പൊളിറ്റീഷ്യൻസ്, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം കമ്പനികൾ, ഒരു വലിയ വിഭാഗം വോട്ടേഴ്സ് പ്രോ ഇസ്രായേൽ വോട്ടിംഗ് ബ്ലോക്ക് ആയിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ,
എന്തിനാണ് യേശുക്രിസ്തുവിനെ കൊന്ന ജൂതന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം ഉത്ഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ ഇസ്രായേൽ ആയത്? എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയധികം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവിധ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് എന്തിനാണ്? ഇത്രയധികം നിർബന്ധിതാവസ്ഥ ഇസ്രായേലിന് എന്താണ് എന്നുള്ള ചോദ്യം സാധാരണ ഉന്നയിക്കാറുണ്ട്. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡിസ്കഷനുമായി ബന്ധമുണ്ട് എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെ കേന്ദ്രീകരിപ്പിച്ചതിന് ശേഷം, അവരെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതൊരു ടിപ്പിംഗ് പോയിന്റ് ആണ്. ആ ടിപ്പിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ദ വാർ ഓഫ് ആർമഗഡോൺ എന്ന് പറയുന്ന ഒരു യുദ്ധം സംഭവിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ യുദ്ധമാണ് ഈ തേർഡ് വേൾഡ് വാർ. ആ യുദ്ധം സംഭവിക്കുന്നതിലൂടെ യേശുക്രിസ്തു ഇറങ്ങി വരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെയും അതുപോലെ തന്നെ ഈവൻ ഇപ്പോൾ കാണുന്ന ഇസ്രായേലുകളിലെയും 2/3 പോപ്പുലേഷൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ കൊല ചെയ്യപ്പെടും, ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടും. പിന്നീട് ബാക്കിയുള്ള 1/3 അവർ ക്രിസ്തുമതം സ്വീകരിക്കും. അതുപോലെ തന്നെ ലോകത്തെ ഇന്ന് കാണുന്ന അമേരിക്കൻ അലൈസ് അവര് യേശുക്രിസ്തുവിന്റെ ഭാഗവും മറ്റൊരു ഭാഗം ആളുകൾ യേശുക്രിസ്തുവിനെതിരായിട്ടുള്ള വിഭാഗവുമായിരിക്കും. മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ യേശുക്രിസ്തുവിന്റെ എതിരായിട്ടുള്ള വിഭാഗമായിരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു വാർ ഓഫ് ആർമഗഡോൺ അല്ലെങ്കിൽ തേർഡ് വേൾഡ് വാർ അല്ലെങ്കിൽ അപ്പോക്കലിപ്സ് എന്ന് പറയുന്ന ഒരു ഫോറിൻ പോളിസി, ഒരു ഡിഫൻസ് പോളിസി ഇവര് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്ക സപ്പോർട്ട് ചെയ്തത് ഇതിന് മാത്രമല്ല, കാരണം വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഷെയർഡ് വാല്യൂസ് ആണ്, രണ്ടാമത്തത് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഫോർ അമേരിക്കയാണ്, മൂന്നാമത്തത് ഹിസ്റ്ററി ഓഫ് ദ ജൂയിഷ് പെർസിക്യൂഷൻ ആണ്, അതുപോലെ തന്നെ ബ്രോഡ് പബ്ലിക് ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്. ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ സപ്പോർട്ട് എന്നുള്ളതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സംഗതിയിൽ തമാശയുണ്ട്. അമേരിക്ക കഴിഞ്ഞ 1946 മുതൽ 2023 വരെയുള്ള കാലയളവിനുള്ളിൽ അമേരിക്ക $260 ബില്യൺ ഇസ്രായേലിന് സഹായം കൊടുത്തത്. $260 ബില്യൺ. ഈ സഹായം കൊടുക്കുന്ന സമയത്ത് അതിന്റെ നിബന്ധന എന്താണെന്ന് ചോദിച്ചാൽ ഈ പൈസ മുഴുവൻ ചെലവഴിക്കേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെയാണ്. അല്ലെങ്കിൽ യു ഷുഡ് യൂസ് ദിസ് മണി ടു ബൈ പ്രൊഡക്ട്സ് വിച്ച് ഇസ് ഗിവൺ ബൈ US. അപ്പൊ നിങ്ങളത് ചെലവാക്കേണ്ടത് US-നകത്ത് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ തമാശ. എന്ന് പറഞ്ഞാൽ അമേരിക്ക സഹായിക്കുമ്പോൾ ആ സഹായം യഥാർത്ഥത്തിൽ സഹായമല്ല, മറിച്ച് US-നകത്തുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസ്, ആം സെല്ലേഴ്സ് ആയാലും മറ്റുള്ളവരായാലും അവർക്ക് ലാഭം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന അമേരിക്കൻ ഇൻട്രസ്റ്റുകളെയും അതുപോലെ അതിന്റെ അകത്തുള്ള റിലീജിയസ്, നോട്ട് റിലീജിയസ് ബട്ട് ബേസിക്കലി ദീസ് ആർ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയാസ്, ഇത് നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്, അല്ലെങ്കിൽ ഇത് നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്നത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് റഫയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു ഇന്റർനാഷണൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളതാണ്. ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളതിന് ലോകത്തെമ്പാടുമുള്ള പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസ് എല്ലാവരും അത് റീട്വീറ്റ് ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ട് more than 40 മില്യൺ ട്വീറ്റ്സ് ഓൾ ഐസ് ഓൺ റഫ എന്നുള്ളത്. അതിന്റെ ഇന്ത്യയിലെ നമ്മൾ ഇതുവരെ കണ്ടതിന്റെ എക്സ്റ്റൻഷനാണ്. ഇന്ത്യയിലുള്ള ആളുകളും അത് റീട്വീറ്റ് ചെയ്തു. മാധുരി ദീക്ഷിത് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ വൈഫായിട്ടുള്ള ഋത്തിക സജ്ദെ, അവരൊക്കെ ഇത് ചെയ്തു. പക്ഷെ അവരൊക്കെ അവരുടെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇവിടെയുള്ള വലതുപക്ഷത്തിന്റെ പെർസിക്യൂഷൻ, അവരുടെ ട്രോള് ഭയന്നുകൊണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസമാണ് എന്നുള്ളത് നമ്മൾ കാണുന്നു. ശരി, എന്തായാലും ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്നത് പോലെ ഓൾ ഐസ് ഓൺ ഫലസ്തീൻ എന്ന രീതിയിലേക്ക് ലോക മനസാക്ഷി മാറുമോ എന്നുള്ളതാണ് ഈ ദുരിത കാലഘട്ടത്തിലും ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. വളരെ നന്ദി ശ്രീ താജ് ആലുവ, KK സുഹൈൽ, ഡോക്ടർ TK ജാബിർ ഇത്രയും സംസാരിച്ചു. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.